ഹലോ ഫ്രണ്ട്സ്, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ കായിക താരങ്ങളെ തേടുന്നു. ആകെ 54 പോസ്റ്റാണുള്ളത്. ഈ പോസ്റ്റിന്റെ പ്രത്യേകത ലെവൽ 1 തൊട്ട് ലെവൽ 5 വരെയുള്ള പോസ്റ്റുകളുണ്ട്. അപ്പോൾ ക്വാളിഫിക്കേഷനും അതനുസരിച്ചായിരിക്കും. ഡിസിപ്ലിൻ വൈസ് ആണ് പോസ്റ്റുകളുള്ളത്. അതായത് അത്ലറ്റിക്സ്, ഹോക്കി, വോളിബോൾ തുടങ്ങിയ മിക്കവാറും എല്ലാ സ്പോർട്സ് ഡിസിപ്ലിനും വേക്കൻസികളുണ്ട്. ഒപ്പം ഇത് ഡിസിപ്ലിൻ വൈസ് എന്ന് മാത്രമല്ല, ഈവന്റ് വൈസോ പൊസിഷൻ വൈസോ ആണ്. അതായത് 800 മീറ്റർ ഓട്ടക്കാർ, 1500 മീറ്റർ ഓട്ടക്കാർ, അല്ലെങ്കിൽ ഗോൾ കീപ്പേഴ്സ്, അങ്ങനെ നിങ്ങളുടെ പ്ലേയിങ് പൊസിഷനോട് അനുസരിച്ചാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ വിശദമായ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. ലെവൽ 1 പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സാണ്. ലെവൽ 2 and 3 12ാം ക്ലാസ് പാസ്സായിരിക്കണം. ലെവൽ 4 and 5 എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആയിരിക്കണം. അപ്പോൾ നാച്ചുറലി നിങ്ങളുടെ സാലറി അതനുസരിച്ച് വ്യത്യാസം വരും. ഇവർ പറയുന്ന രണ്ടാമത്തത് സ്പോർട്സ് അച്ചീവ്മെന്റ് ആണ്. സ്പോർട്സ് അച്ചീവ്മെന്റിൽ ഇവർ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത് ഇന്റർനാഷണൽ കായിക താരങ്ങൾക്കാണ്. അതെപ്പോഴും അങ്ങനെയാണ്. അത് കിട്ടിയില്ലെങ്കിൽ അവർ കൊടുക്കാൻ പോകുന്നത് സീനിയർ, യൂത്ത്, ജൂനിയർ, നാഷണൽ തലങ്ങളിൽ മെഡൽ നേടിയവർക്കാണ്. ഒപ്പം ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ മെഡൽ നേടിയവർക്കുമുണ്ട്. ഇവിടെ പലപ്പോഴും ജൂനിയർ, യൂത്ത് താരങ്ങളും ഇന്റർ യൂണിവേഴ്സിറ്റി താരങ്ങളും മറ്റുള്ളവരുണ്ടല്ലോ, നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനെ അത്രയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം ഈ ലെവൽ 1 പോസ്റ്റും ലെവൽ 2 or 3 ഒക്കെ പോസ്റ്റൊക്കെ സാധാരണ ഇന്റർനാഷണൽ താരങ്ങളായിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു കാണും. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 9th ഫെബ്രുവരിയാണ്. അധികം സമയമില്ല. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് നിങ്ങൾക്ക് ജനറൽ വിഭാഗത്തിന് 500 രൂപയും SC/ST വിഭാഗങ്ങൾക്ക് 250 രൂപയും കൊടുക്കണം. സെലക്ഷൻ ട്രയൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സെലക്ഷൻ ട്രയലിന്റെ അടിസ്ഥാനത്തിൽ സെലക്ഷൻ ട്രയലിൽ പങ്കെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ കൊടുത്ത ഫീസിന്റെ ഒരു തുക, SC/STക്ക് മുഴുവൻ തുകയും തിരിച്ചു നൽകും. മറ്റുള്ളവർക്ക് 400 രൂപയും തിരിച്ചു തരുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസ് അച്ചീവ്മെന്റ് അടിസ്ഥാനത്തിൽ, അതായത് നിങ്ങൾക്ക് മെഡൽ നേടിയതിന്റെ അടിസ്ഥാനത്തിൽ, ഒപ്പം നിങ്ങളുടെ ട്രയലിന്റെ അടിസ്ഥാനത്തിൽ, ഒപ്പം 10 മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കും. അങ്ങനെയുള്ള 100 മാർക്കിന്റെ ഒരു സെറ്റപ്പാണ് നടത്തുന്നത്. അപ്പോൾ റെയിൽവേയുടെ ജോലിയാണ് നിങ്ങൾ ഓർക്കുക. സൗത്ത് ഈസ്റ്റേണിലാണെങ്കിൽ പോലും സാധാരണ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, 5-10 വർഷത്തിന് ശേഷം മറ്റ് റെയിൽവേയിലേക്ക്, സോണിലേക്ക് മാറാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടായിരിക്കും. തന്നെയല്ല, റെയിൽവേയുടെ ഫെസിലിറ്റി വളരെ കൂടുതലാണ്. ഗ്രേഡ് മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഫ്രീ പാസ് ഒക്കെ കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് സർവീസ് പ്രതീക്ഷിക്കുന്നവർക്ക് റെയിൽവേ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. റെയിൽവേയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ടീം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് പരിശീലിക്കാനുള്ള സാധ്യത കൂടി ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിർബന്ധമായും എത്രയും വേഗം അറിയിക്കുക. ഈ കേൾക്കുന്ന പലരും ഒരുപക്ഷെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ അവരുടെ പരിശീലകരോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എത്തിക്കുക, ഈ വീഡിയോ എത്തിക്കുക. തീർച്ചയായിട്ടും അവർക്കും പ്രയോജനപ്പെടും. ഫെബ്രുവരി മാസം എപ്പോഴും വേക്കൻസി കൂടുതൽ വരുന്ന ആണ്. അടുത്ത എൻ്റെ 2-3 വീഡിയോ എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിനുള്ള നിരവധി വേക്കൻസി വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഉടനെ തന്നെ ആ വീഡിയോ വരുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.